പ്രൊഫൈലുമായിട്ട് നടക്കുക, ഫേക്ക് പ്രൊഫൈലുമായിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളെ ഗ്യാസ് ലൈറ്റിംഗ് നടത്തുന്ന പരിപാടി. ഗ്യാസ് ലൈറ്റിംഗ്, ആളുകളെ ഗ്യാസ് ലൈറ്റിംഗ് നടത്തുന്ന പരിപാടി. ഗ്യാസ് ലൈറ്റിംഗ് നടത്തുക ഇതിന്റെ ജോലിമാരുടെ ജോലി. സ്റ്റോക്കിങ്, ഗ്യാസ് ലൈറ്റിങ്, അങ്ങനെ പല പല കള്ള പരിപാടികളാണ്, ക്രിമിനൽ പരിപാടികളാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത്. ഇവരങ്ങ് ചീത്ത വിളിക്കുക, ഇവരങ്ങ് രോഗം, ഇവരിങ്ങനെ അഭിനയിച്ചിങ്ങനെ പോയി. ഒലവെട്ടിയമ്പലത്തിൽ ഒരാൾ പോലും ഇല്ല മാസ്ക് വെച്ച് പോകുന്നത്. ഇവനിങ്ങനെ മാസ്ക് വെച്ച് നാഴിക്ക് 40 വട്ടം നടക്കുക. മാസ്ക് വെച്ച് നാഴിക്ക് 40 വട്ടം. ഇങ്ങോട്ട് ആരാണ്ട് വരുന്നു ഇങ്ങോട്ട് ആരാണ്ട് വരുന്നു പറഞ്ഞോണ്ട് ഇവര് നടക്കുക. രോഗാണുക്കൾ വരുന്നൊന്നുമില്ല. രോഗാണു പോലും എന്തോ രോഗാണുവാ. ഇവന്റെ മോനെ കാണാതിരിക്കാനാ, ഇവന്റെ മോന്റെ അറിയാതിരിക്കാനാ, ഇവന്റെ ആൾമാറാട്ടം നടത്തുക മാസ്ക് വെച്ച്. എന്റെ മുന്നിൽ, ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടെ എന്റെ വഴി, ഇവക്കൂടെ നടന്നുകൊണ്ട് എന്തുവാ ആരാണ്ട് ഇങ്ങോട്ട് കയറുന്നെന്ന് പറഞ്ഞോണ്ടങ്ങ് അഭിനയിക്കുക കുറെ ആൾമാരും അമ്മമാരും. ജോലിയൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലിരിക്കുക, ഞങ്ങളുടെ ഗേറ്റും പൂട്ടിയിട്ടേക്കുക. ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് അഭിനയിക്കുക കുറെ ആൾമാരും അമ്മമാരും. ഇതാ ജോലി. വന്ന ആൾമാറാട്ടം നടത്തി കുറെ ആൾമാരും അമ്മമാരും ഞങ്ങളുടെ ക്യാമറ ഓഫ് ചെയ്ത് പല പല വേലകളാ. നാഴിക്ക് 40 വട്ടം ക്യാമറ ഓഫ് ചെയ്ത് പിന്നെ പല പല വേലകളാ. V2K, വോയിസ് ടു സ്കൾ, അങ്ങനെ പല പല വേലകളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. വോയിസ് ടു സ്കൾ എന്ന് വേണ്ട പല പല ഇത്, ന്യൂറൽ ഇമേജിങ് അങ്ങനെ പല പല ഇതാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. ഇങ്ങനെ ഇരിക്കുക, ഫോണും പിടിച്ചിങ്ങനെ പറയണം. ഫോണും പിടിച്ചിങ്ങനെ ഇരിപ്പാ ജോലി. ഫോണും പിടിച്ച് ക്രിമിനലുകൾ ഇങ്ങനെ ഇരിക്കുക. അമ്മമാർക്കെല്ലാം ഫേക്ക് പ്രൊഫൈൽ. അത് സൈബർ സെല്ല് അന്നേരം പിടികൂടും. ഏത് ഫേക്ക് പ്രൊഫൈലും സൈബർ സെല്ല് പിടികൂടും. ഏത് ഫേക്ക് പ്രൊഫൈലും അന്നേരം പൊക്കും. ഫേക്ക് പ്രൊഫൈലും കൊണ്ട് അല്ല, നമ്മള് പരാതി കൊടുത്താൽ മതി, സൈബർ സെല്ലുകാർ വന്ന് പൊക്കിക്കോളും. ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കി മറ്റുള്ളവരെ ചീത്ത വിളിക്കുക യൂട്യൂബിനകത്തൂടെ. അങ്ങനെ പല പല പരിപാടിയായി അവർക്ക്. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവന്റെ ID വീഡിയൊക്കെ. ഇതിന്റെ ID വീഡിയൊക്കെ ഉണ്ട്. ഇതിന്റെ ഗ്യാസ് ലൈറ്റിംഗ് ID ഒക്കെ ഉണ്ട്. ഇതിന്റെ ID എല്ലാം എടുത്ത് വെച്ചിരിക്കുക, എല്ലാവരുടെ ID. ഒരു അമ്മമാർക്കുണ്ട്. അന്നാന്റെ കാര്യം നോക്കുമല്ലോ, ഇങ്ങനെ കണ്ടവരുടെ കാര്യത്തിനകത്ത് ഇതാക്കി നടക്കുക. എനിക്ക് ആരാന്നറിയത്തില്ല. മറ്റുള്ളവരെ ചീത്ത വിളിക്കുക യൂട്യൂബിനകത്തൂടെ. ഭയങ്കര രോഗമാ. കുട്ടമ്മാമനെ ഇനി എന്തോ ചെയ്തു കളയുമെന്ന് നമ്മളെ. എന്തോ ജയിലിലടയ്ക്കുമെന്ന്. കുട്ടമ്മാമൻ അടുത്ത ആളാ. കുട്ടമ്മാമന്റെ അടുത്ത ആളാ അപ്പൊ ഇതെല്ലാം ഇടുന്നത്. ഫേക്ക് ID ആയിട്ടിരിക്കുന്നത്. ഫേക്കുകൾ ഇങ്ങനെ നടക്കുക. മുതു ഫേക്കുകൾ. പേഴ്സണാലിറ്റിയും ഫേക്ക്, എല്ലാം ഫേക്കാ. പേഴ്സണാലിറ്റിയേ ഇല്ല. പേഴ്സണാലിറ്റി ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റി കൊണ്ട് നടക്കുന്നത്. പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് സ്റ്റാൻഡ്. ഞാൻ ഇന്നതേ ചെയ്യൂ, ഞാൻ നല്ലതേ ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ നല്ലതേ പ്രവർത്തിക്കൂ, ഇന്നത്തെയുള്ള പേഴ്സണാലിറ്റി വേണം. ഇവരൊക്കെ പേഴ്സണാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഫേക്ക് ID ഉണ്ടാക്കി നടക്കുക. ഫേക്ക് ID പേഴ്സണാലിറ്റി ഇല്ലാത്ത ഫേക്ക് ID കള്ള ജന്തുക്കൾ, കള്ളന്മാർ നടക്കുക, കള്ളജാതികൾ. എന്നിട്ട് മറ്റുള്ളവരുടെ യൂട്യൂബിൽ കയറി തെറി വിളിക്കുക. ദശമൂലം, അതിന് 10 മൂലത്തിന്റെ അസുഖമാണ്. അതിലും വലിയ അസുഖം ഉള്ളവരുടെ കൂട്ടാണ് അതിന്റെ വർത്താനമല്ല. ആ പ്രൊഫൈൽ പിക്ക് കാണണം, അതിലും വലിയ രസമാണ്. കണ്ണുവെല്ലാം തള്ളിയിരിക്കുന്ന ഒരു വട്ടന്റെ ഫോട്ടോ. കണ്ണുവെള്ളം തള്ളിയിരിക്കുന്ന ഒരു വട്ടന്റെ ഫോട്ടോ. ഇങ്ങനെ ആ ഫോട്ടോയൊക്കെ ഒന്ന് കാണാനുള്ളതാ. ഇതൊരു വട്ടന് പറ്റിയ ഇത് തന്നെ. അതിന്റെ ആ മെന്റാലിറ്റി തന്നെ അതിനകത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ അവനവന്റെ പ്രൊഫൈൽ പിക്കിനകത്ത് വരെ അവരവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാവും. അവന് ഒരു വലിയ സൈക്കോയാണെന്ന് ആ പ്രൊഫൈൽ പിക്ക് കാണുമ്പോഴേ അറിയാം. ദശമൂലത്തിന്റെ പ്രൊഫൈൽ പിക്ക് കാണുമ്പോഴേ അറിയാം. ഐഡന്റിറ്റി ഇടാത്ത കള്ളജാതികൾ നടക്കുക ഇങ്ങനെ. ഒത്തിരി അമ്മമാർക്കും ഇല്ല ഐഡന്റിറ്റി. കള്ളജാതികൾ ഇങ്ങനെ നടക്കുക, ഐഡന്റിറ്റി റിവീൽ ചെയ്യാത്ത ഫേക്ക് പേഴ്സണാലിറ്റി എങ്ങാണ്ട്. മുതു ഫേക്കുകൾ. ഭയങ്കര ക്രിമിനൽ. ഇതിന്റെയൊക്കെ വിചാരം ആർക്കും മനസ്സിലാകത്തില്ലെന്നാ.
അപ്പോഴേ സൈബർ സെല്ലുകാർ അതല്ലയോ ഏത് ഫേക്കിനെയും പൊക്കുന്നത്. എവിടെ നിന്നും ആരാ ലെറ്റർ അയക്കുന്നത്, മുഖ്യമന്ത്രി അവരിവരൊക്കെ എന്തുവാ ഭീഷണിയൊക്കെ വന്ന ഉടനെ അവർ കണ്ടുപിടിക്കുമല്ലോ ഇവർ ഇന്നടുത്തു നിന്നാ ഇന്ന IP അഡ്രസ് ഇന്നടുത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ ആരാ. ഞാൻ മോഹൻ എന്ന് പറയുന്ന ആരോട് ഇവിടെ നിന്ന് സംസാരിച്ചായിരുന്നു. അതിനങ്ങ് രോഗമായി. അതിനൊക്കെ രോഗം ഇവിടെ ജോലിക്കൊക്കെ നടന്നിരുന്ന ഒരു മോഹൻ എന്ന് പറയുന്നത്. ഇവൻ അത് ഇവൻ കണ്ടോണ്ടാ പറഞ്ഞത്. അതിനാണ് രോഗം. നമുക്ക് സംസാരിക്കരുത് ആളുകളോട്. ഇയോടോ ഇവനാണ് നമ്മളെ സംസാരിപ്പിക്കാതിരിക്കാൻ. അവിടോട്ട് ഇറങ്ങി നിൽക്കാൻ എന്തോ ആമ്പിള്ളാർ വരുമ്പോ പിടിച്ചു കയറ്റാനോ അവിടെ അവൻ പറയുക. അങ്ങോട്ട് ഇറങ്ങി നിൽക്കുക ആമ്പിള്ളാർ വരുന്നോണ്ട് പിടിച്ചു കയറ്റാനെന്ന്. അവന്റെ പെണ്ണുമ്പിളോട് എന്ന് പറയട്ടെ, അവന്റെ പെണ്ണുമ്പിളെ കെട്ടി ഇറങ്ങാൻ പോയത്തെ പിടിച്ച് കയറ്റട്ടെ. അതിന്റെ പെമ്പള ഉണ്ടല്ലോ ഇപ്പൊ പെമ്പള. ഇപ്പൊ പഴയതുപോലെ ആണുങ്ങൾ അവിടോട്ട് പോകുന്നില്ല. അവർക്കൊക്കെ മനസ്സിലായി ഇവന്റെ രോഗം. അപ്പൊ ആണുങ്ങളൊന്നും അധികം അങ്ങോട്ട് ഇങ്ങനെ പോകുന്നില്ല. അതുകൊണ്ട് അവന് ഭയങ്കര അസുഖം. അവൻ പണ്ട് ഓരോരുത്തരെ വിളിച്ച് ഇതുപോലെ കയറ്റുമായിരുന്നു. ഇപ്പൊ ആണുങ്ങളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അവന് ഭയങ്കര രോഗം. ഓരോരോ ഫേക്ക് ഉണ്ടോ കൊന്നിട്ടോ ഫേക്ക് എന്നെപ്പോലെയൊക്കെ ഫേക്ക് ID നടക്കുക. ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കി തെറിവിളിയോട് നടക്കുക. എന്റെയൊക്കെ വിചാരം ഒന്നും ഇതാക്കത്തില്ലെന്നാ, ആരും ഒന്നും പിടിക്കത്തില്ലെന്നാ. ഫേക്ക് ID പിടിക്കത്തില്ലെന്നാ. നല്ല തന്തയ്ക്ക് പറക്കണം ID ഇട്ട് പിടിക്കാൻ. ID ഇട്ട് പിടിക്കലാ നല്ലവരെ. ചുണയുള്ള അപ്പന്റെ മോനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചുണയുള്ള അപ്പന്റെ തന്തയ്ക്ക് പറഞ്ഞ മോനുണ്ടെങ്കിൽ സ്വന്തം ഫോട്ടോ ഇട്ട് വിളിക്കണം തെറി. എന്റെ ഫേക്കുകളുടെ ഒക്കെ ജോലിയെ ഈ വ്യാജന്മാരുടെ ഒക്കെ ജോലി ഇങ്ങനെ പെണ്ണുങ്ങളുടെയൊക്കെ പെണ്ണുങ്ങളുടെയൊക്കെ ID കയറിയിരുന്ന് തെറി വിളിക്കുന്നതായിരിക്കും. ഇതിനെയൊക്കെ പോലീസ് നോക്കും. ഞങ്ങൾക്ക് ആ പരിപാടിയൊന്നുമില്ല. കണ്ടവരൊന്നും ID നോക്കാനും ID കയറി കമന്റ് ഇടാനും ID കയറി തെറി വിളിയൊന്നും ഞങ്ങൾക്കില്ല. ഹിഡൻ അജണ്ടയായിട്ട് നടക്കുക. ഹിഡൻ അജണ്ട ഉള്ളവന്മാരൊക്കെ ചെയ്യുന്നത്. ഹിഡൻ അജണ്ടയുമായിട്ട് നടക്കുക. ഹിഡൻ അജണ്ടയുമായിട്ട് ഹിഡൻ അജണ്ട ഉള്ളവരെ ഇതൊക്കെ ചെയ്തത്. നമുക്കല്ല ഹിഡൻ അജണ്ട ഒന്നുമില്ല. ഹിഡൻ അജണ്ട ഇങ്ങനെ ലൂട്ട് ചെയ്യണം, മറ്റേത് മറിച്ചത് ഇൻഷുറൻസ് ലൂട്ട് ചെയ്യണം, പല പല വേലകളായിരുന്നു അതാ. നാട്ടുകാർക്കൊക്കെ മനസ്സിലായി. പണ്ട് 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചവർക്ക് മനസ്സിലായി. CCTV ക്യാമറ